അസ്സാം വലൈക്കും വരഹമുല്ല. ഞാൻ അൻവറാണ്. അൻവർ നല്ലടം, കോഴിക്കോട് ജില്ലാ വിക്കായൻ്റെ ചെയർമാനും കൺവീനറും അതേപോലെ തന്നെ നല്ലടം മേഖല SKSFൻ്റെ പ്രസിഡൻറ്റും ആയിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്, ക്ലസ്റ്റർ യൂണിറ്റ് ഭാരവാഹിത്വമൊക്കെ വഹിച്ചിട്ടുള്ള ഒരാളാണ്. സജീവമായിട്ട് സംഘടനാ പ്രവർത്തനം, സമസ്തയുടെ എല്ലാ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളും പ്രവർത്തിച്ചിരുന്ന ആളുമാണ്. ഇപ്പോൾ തന്നെ ഈ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പം തന്നെ ഞാൻ നല്ലോണം കഴിൻ്റെ പരമാവധിയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ എഴുതിയും പറഞ്ഞൊക്കെ നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോഴും അതൊക്കെ ഒരു മടുപ്പ് തോന്നി തുടങ്ങുകയാണ്. എന്താണെന്നറിയില്ല, എവിടെയും എന്താ പറയുക, എല്ലായിടത്തും വിഷയങ്ങളും പ്രയാസങ്ങളും. നമ്മൾ എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും അവസാനം ഉസ്താദുമാർ അത് ഇടപെട്ട് തീർക്കും എന്ന് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാം, സമസ്തയിൽ പ്രവർത്തിച്ചാൽ ചെയ്ത അമല് ബാത്തിലാവുന്നൊരവസ്ഥയിലേക്ക് അപ്പം പോണത്. അമലുകളൊന്നും ഇല്ലെങ്കിലും സമസ്തയിൽ വിശ്വസിച്ച്, സമസ്തൻ്റെ വിശ്വാസ ആചാരപ്രകാരം വിശ്വസിച്ച് നടന്നാൽ സ്വർഗത്തിലാവുന്ന ഒരു വിചാരിച്ച ഒരാളാണ് ഞാനൊക്കെ. നേരെ മറിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സമസ്തൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിക്കുമ്പം നമുക്ക് എന്തെങ്കിലും അമല് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മളതൊക്കെ ബാക്കി ഉണ്ടാവാൻ പ്രയാസമാണ്. ഈ സമസ്തയുടെ പ്രവർത്തനം മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ ഉള്ള എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം സമസ്തൻ്റെ പോക്ക് പോണത്. വലിയ വലിയ നമ്മളെ മഹാപണ്ഡിതന്മാരായ ആളുകളൊക്കെ ഇത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിന്നിട്ട് അവരും കൂടെ ഒരു പക്ഷം ചേർന്ന് കളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം സമസ്തയിലെ നേതാക്കന്മാർ തന്നെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാനസികമായിട്ട് വലിയ പ്രയാസം ഉണ്ടായിട്ട്, സത്യം പറയുകയാണെങ്കിൽ ഈ രംഗത്തു നിന്ന് മാറി നിൽക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ പല നിലക്കും സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകൾ സംഘടനയിലേക്ക് നാട്ടിൽ ഒരു പ്രവർത്തനത്തിലും അതല്ലെങ്കിൽ ഒരു സംഘടനയിലേക്കും ഇല്ലാത്ത ആളുകളെ നമ്മൾ കൈപ്പിടിച്ച് കൊണ്ടുവന്ന് ഈ സമസ്ത എന്ന വട്ടത്തിനുള്ളിൽ നിന്നാലേ സ്വർഗം കിട്ടാൻ കാരണമാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ നമ്മൾ സംഘടനാ രംഗത്ത് കൊണ്ടുവന്ന് ഓലൊക്കെ മുമ്പിൽ ജാള്യതയോടുകൂടി നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഗ്രൂപ്പ് പ്രവർത്തനം, തല്ലും ഫൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അത് സത്യം പറയുകയാണെങ്കിൽ കണ്ടിട്ടും കേട്ടിട്ടും ഇടപെട്ടിട്ടും മടുത്തിട്ടുണ്ട്. നമ്മളെ നേതാക്കന്മാരായ ആളുകൾക്കൊന്നും യാതൊരുവിധ ചൂടും അക്കാര്യത്തിലില്ല എന്നുള്ളത് ഈ ദിവസം ചെല്ലുന്തോറും മനസ്സിലാവുകയാണ്. കാരണം അവരടക്കി നിന്നാൽ ഞങ്ങൾ അടക്കി നിർത്തിയാൽ നിൽക്കും എന്നുള്ള ആളുകൾ പോലും ഇതിനൊന്നും മെനക്കെടില്ല. ഒക്കെ ഓരോ ഭാഗത്തു നിന്നും തലക്ക് തീ കൊടുക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിന്തിച്ച് പോകുന്നത് എന്താ, ഇതൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ട സമയമായി. അതല്ലെങ്കിൽ ഈ സമയത്തെ നമ്മുടെ നേതൃത്വം അതിനൊന്നും പറ്റാത്ത ആളുകളാണ് എന്നുള്ള തോന്നൽ വന്നു പോവുകയാണ്. കാരണം എല്ലാ നേതാക്കന്മാരും വിചാരിക്കണം എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്താലും സമസ്തൻ്റെ നേതാക്കന്മാരും കറാമത്ത് കൊണ്ട് ഇതൊക്കെ കഴിച്ചിലാവുന്ന. അപ്പോൾ ഈ കറാമത്തിൻ്റെ ഉള്ളിൽ കൂടി രക്ഷപ്പെടാൻ എന്നുള്ള എന്ത് തെണ്ടിത്തരും എന്ത് തമ്മാടിത്തരും ചെയ്താലും കറാമത്തിൻ്റെ മുകളിൽ സമസ്ത രക്ഷപ്പെടും. അപ്പോൾ നമുക്കും രക്ഷപ്പെടാം. എന്ത് ചെയ്താലും വേണ്ടിയില്ല, ഇനി തിന്നാലും വേണ്ടിയില്ല. സമസ്തൻ്റെ പൈസ എന്ന് പറഞ്ഞത് സമസ്തനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഓരോരുത്തർ കൊടുക്കണ. ഇതിലൊന്നും ഇവർക്ക് ആർക്കും ലാഭമില്ല. നമ്മളെ നേതാക്കന്മാർക്ക് പല രൂപത്തിൽ നമുക്ക് പല സംഗതി അറിയണം. സമസ്തന് എന്തെങ്കിലും സ്ഥാപനം വരുമ്പോഴോ ബിൽഡിങ് വരുമ്പോഴോ എന്തെങ്കിലും സമ്മേളനം ഉണ്ടാകുമ്പോൾ കൊട്ടേഷൻ കൊടുക്കണം. ഇതിലൊക്കെ കമ്മീഷൻ വാങ്ങുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ വ്യക്തമായി അറിയുന്ന ആളാണ് ഞാൻ. ആർക്കും അതൊന്നും നിഷേധിക്കാനൊന്നും കഴിയില്ല. പല നിലക്കും കമ്മീഷൻ വാങ്ങുന്ന ആളുകളൊക്കെ തന്നെ നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. ഓർക്കൊക്കെ എന്ത് കറാമത്ത്, ഈ സമസ്തൻ്റെ കറാമത്തിൻ്റെ മുകളിൽ ഓലൊക്കെ രക്ഷപ്പെടുന്നു വിചാരിച്ച് നിൽക്കുക. കമ്മീഷൻ വാങ്ങൽ, ബിൽഡിങ് എടുക്കണതിൽ ഷെയറുള്ള ആൾക്കാർ, സമസ്തൻ്റെ പൈസ അവനാൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ, 2 or 3 ശമ്പളം എടുക്കുന്ന ആളുകൾ, ഇതൊക്കെ നമ്മളെ ഈ മേഖലയിൽ നട്ടം തിരിഞ്ഞ് നടക്കുക. അപ്പം ഇത് നാഥനില്ല പടം നായ്പ്പട എന്ന് പറഞ്ഞ പോലെ ഒരു സംഘം ആയി മാറി എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോണത്. പാണക്കാട് കുടുംബത്തിന് എത്രത്തോളം ഇകഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ഇകഴ്ത്തി സംസാരിച്ചിട്ടും ഒരക്ഷരം പോലും നമ്മൾ സമസ്തൻ്റെ നേതാക്കന്മാർ മിണ്ടാതെ നിൽക്കാൻ പറയാൻ പോലും ധൈര്യമില്ലാത്ത, അതല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന ഈ നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാൻ്റെ പരീക്ഷണമായിരിക്കും.
അള്ളാൻ്റെ അടി കിട്ടിയിട്ട് പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. ഈ നേതാക്കന്മാരൊന്നും ഇതിലൊന്നും ഇടപെടില്ല. മാനസികമായിട്ട് മടുത്ത് ചടച്ചിട്ടാണ് ഇപ്പോൾ ഈ വോയിസ് വിടുന്നത്. കാരണം നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന ആളുകൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇജക്കല്ലേ പറഞ്ഞത് ഈ സമസ്തൻ്റെ വട്ടത്തിൽ നിന്നാലേ സ്വർഗം കിട്ടുള്ളൂ പറഞ്ഞിട്ട് ഈ തമ്മ് തല്ലണേ, ഈ തെറി പറയണേ, ഈ കഴക്കണേ, കൈയിട്ട് വാരണേ, പാണക്കാട് കുടുംബത്തിനെ നിഷേധിക്കുകയും പാണക്കാട് തറവാടിനെ കുറ്റപ്പറയും, പാണക്കാടിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഈ കൂട്ടത്തിൽ നിന്നാണ് സ്വർഗം കിട്ടുക എന്ന് ചോദിച്ചിട്ട് മനുഷ്യന് മുമ്പിൽ തൊലിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത്. അതുകൊണ്ട് ഈ രംഗമൊക്കെ ഒഴിവാക്കിയിട്ട് അവനവൻ്റെ പണിയെടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഇബാദത്ത് ബാക്കിയുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഉണ്ടാവുമെന്ന് സംശയമാണ്. എന്തെങ്കിലും നന്മ ചെയ്ത് അതുണ്ടെങ്കിൽ അതുപോലും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ സമസ്തൻ്റെ എല്ലാ ഗ്രൂപ്പിലെ ചർച്ചയും. തനിച്ച എന്താ പറയുക, അവഗണിക്കപ്പെടുകയും കാൽവെട്ടും കുതികാൽവെട്ടും എല്ലാ തലവെട്ടും നടക്കുന്നുണ്ട് നമ്മളെ സമസ്തൻ്റെ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ പാർട്ടിയിലെ യുവജന വിഭാഗത്തെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ സംഘടനയുടെ നേതാക്കന്മാരും സമസ്തൻ്റെ നേതാക്കന്മാരും പക്ഷം നിന്നുകൊണ്ട് കളിക്കുന്ന അവസ്ഥയിലേക്കാണ് പോണത്. സങ്കടം കൊണ്ട് പറയുകയാണ്, ഒന്നിലും നിൽക്കാൻ താല്പര്യമില്ല. ഒരു സമസ്തൻ്റെ ഒരു സംഘടനയിലും ഈ ഒരു സമയത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സങ്കടം കൊണ്ടാണ്. ഇനിയെങ്കിലും നന്നാവുകയാണെങ്കിൽ ബാംഗ്ലൂർ സമ്മേളനത്തോടു കൂടി നമ്മളൊന്ന് ഐക്യപ്പെടും, സന്തോഷത്തിലാവും എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇതൊക്കെ മാറിയിട്ട് അതിനേക്കാൾ നേരത്തെ സമ്മേളനത്തിന് മുമ്പുള്ളതിനേക്കാൾ മോശമാവുന്ന രീതിയിലേക്ക് നേതൃത്വം പോയെങ്കിൽ പിന്നെ ഞാൻ നേതൃത്വത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നതിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. സമസ്ത എന്ന് പറഞ്ഞ ദീനാണ്, അതിൽ സംശയം ആർക്കില്ല. പക്ഷെ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന ഇപ്പോഴത്തെ കൈകാര്യകർത്താക്കൾ അതിന് പറ്റിയ ആളല്ല എന്നാണ് എന്നെ സംബന്ധിച്ചോളം തോന്നുന്നത്. എൻ്റെ തെറ്റ് തിരുത്താണ് ഞാൻ തിരുത്തി തരാൻ പറ്റുന്ന രൂപത്തിലൊക്കെയാണെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ തോന്നൽ ഞാൻ തിരുത്തും. ഇൻഷാ അള്ളാ ഞാൻ എല്ലാ സംഘടനാ രംഗത്തു നിന്നും ഞാൻ തൽക്കാലം മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.